കൂട്ടുകാരെ, നമ്മൾ ഇന്ന് തേർഡ് ടേമിലെ കുറച്ച് ലെസൺസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സ്ലൈഡുകളെല്ലാം സ്മൈൽ 2026 ആണ്. ഒന്നും ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. ഇത് SSLC കുട്ടികൾക്കായിട്ടുള്ള ഒരു പഠന പിന്തുണാ സഹായിയാണ്, ഒരു ഗൈഡ് പോലെ. അപ്പൊ നമുക്ക് സ്ലൈഡ്സിലേക്ക് കടക്കാം. ആദ്യം പറയുന്നത് पैदल चलता हुआ आदमी എന്ന പോയത്തിന്റെ ഒരു ആശയമാണ്. ഇത് എഴുതിയിട്ടുള്ളത് സ്വപ്നിൽ ശ്രീവാസ്തവ് ആണ്. സ്വപ്നിൽ ശ്രീവാസ്തവ് ഹിന്ദി के समकालीन कवि हैं. സ്വപ്നിൽ ശ്രീവാസ്തവ് ഒരു സമകാലിക ഹിന്ദി കവിയാണ്. वे कई पुरस्कारों से पुरस्कृत हैं. അദ്ദേഹത്തിന് കുറെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. आपकी एक छोटी कविता है पैदल चलता हुआ आदमी. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കവിതയാണ് पैदल चलता हुआ आदमी. प्रस्तुत कविता के द्वारा कवि सामाजिक असमानता को दिखाते हैं. ഈ കവിതയിലൂടെ അദ്ദേഹം സോഷ്യൽ ഇനീക്വാലിറ്റിയാണ് കാണിക്കുന്നത്. कविता में आदमी का पैदल चलना समाज में आर्थिक असमानता को दर्शाता है. കവിതയിൽ ഒരാള് റോട്ടിൽ കൂടെ നടന്നു പോകുന്നത് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ആളുടെ നടന്നു പോക്ക് സൊസൈറ്റിയിലുള്ള ഫിനാൻഷ്യൽ ഇനീക്വാലിറ്റിനെയാണ് കാണിക്കുന്നത്. ധനി ലോഗ് पैदल चलने वालों को घृणा की दृष्टि से देखते हैं. റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ, റോട്ടിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ, സാധാരണക്കാരായ ആൾക്കാരെ ഒരു വെറുപ്പോട് കൂടിയാണ് നോക്കുന്നത്. संपन्नता की गोद में पलने वाले लोग ये भूल जाते हैं कि उन्हीं के कारण वह आराम से जीते हैं. നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാര് ഇത് മറന്നു പോകുന്നു. എന്ത് മറന്നു പോകുന്നു? സാധാരണക്കാരുള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്, സുഖമായിട്ട് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നത് എന്ന കാര്യം അവർ മറന്നു പോകുന്നു. यदि आम लोग अपनी ताकत समझकर काम करने लगे तो धनी लोगों का साम्राज्य का नाश होगा. സാധാരണക്കാര് അവരുടെ ശക്തി മനസ്സിലാക്കിയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ സാമ്രാജ്യം ഇല്ലാതെയാവും, അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റാണ്ടാവും. यहाँ कवि आर्थिक असमानता को तोड़कर एक ही मन से जीने का आह्वान करते हैं. ഇവിടെ കവി ഇനീക്വാലിറ്റി, സോഷ്യൽ ഫിനാൻഷ്യൽ ഇനീക്വാലിറ്റി എല്ലാം ഇല്ലാണ്ടാക്കിയിട്ട് ഒരേ മനസ്സോട് കൂടി ജീവിക്കാനായിട്ടുള്ള ആഹ്വാനമാണ് ചെയ്യുന്നത്. അടുത്തത് ഏക് തിൻക എന്ന കവിതയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഏക് തിൻക കിസ്കി കവിത ഹൈ? ഏക് തിൻക ആരുടെ കവിതയാണ്? അയോധ്യ സിംഗ് ഉപാധ്യായ്, ഹരിയൗദ്. അയോധ്യ സിംഗ് ഉപാധ്യായിന്റെ കവിതയാണ്. അദ്ദേഹത്തിന്റെ പെൻനെയിമാണ് ഹരിയൗദ്. കവി മുണ്ടേർ पर खड़े रहते समय अचानक क्या हुआ? കവി ടെറസിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് ഉണ്ടായത്? അചാനക് ദൂർ से उड़ता हुआ एक तिनका उनकी आंख में पड़ा. പെട്ടെന്ന് ദൂരെന്ന് പറന്നു വന്ന ഒരു വൈക്കോൽ കഷ്ണം അദ്ദേഹത്തിന്റെ കണ്ണിൽ വീണു. आंख में तिनका पड़ने पर घमंडी की क्या दशा हुई? കണ്ണിൽ ആ തിൻക വീണപ്പോൾ അഹങ്കാരിയായ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത്? आंख लाल होकर दुखने लगी. കണ്ണ് ചുവന്നിട്ട് വേദനിക്കാൻ തുടങ്ങി. एक छोटा सा तिनका भी हमें परेशान कर सकता है. ഒരു ചെറിയ വൈക്കോൽ കഷ്ണം പോലും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശക്തിയുള്ളതാണ്. तिनके को निकालने के लिए लोगों ने क्या किया? ആ തിൻക കണ്ണിൽ എടുക്കാനായിട്ട് മറ്റുള്ളവർ എന്താണ് ചെയ്തത്? लोगों ने कपड़े को मूड देकर आंखों से तिनका निकालने लगे. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. लोगों ने कपड़े के मूड देकर आंख से तिनका निकाल लिया. ആൾക്കാര് തുണി ചുരുട്ടിയിട്ട് കണ്ണിൽ ഇങ്ങനെ അമർത്തിയിട്ട് കണ്ണിൽ നിന്ന് തിൻക എടുത്തു. यहाँ समझ शब्द किसके लिए प्रयुक्त है? ഇവിടെ സമജ് എന്ന വേർഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വിവേക് के लिए, വിവേകത്തെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. एक घमंडी के लिए क्या काफी है? ഒരു അഹങ്കാരിയായ വ്യക്തിയുടെ അഹങ്കാരം നശിക്കാനായിട്ട് എന്ത് മതിയാകും എന്നാണ് പറയുന്നത്? एक तिनका, ഒരു ചെറിയ വൈക്കോൽ കഷ്ണം മതിയാകും എന്നാണ് പറയുന്നത്. तिनका किसका प्रतीक है? തിൻക എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അഹങ്കാർ കോ ചേതാവനി ദേനെ വാലോं का, അഹങ്കാരത്തെ ചാലഞ്ച് ചെയ്യുന്ന സാധനങ്ങളെ, അല്ലെങ്കിൽ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന സാധനങ്ങളെ. मैं किसका प्रतीक है? ഇവിടെ मैं എന്നുള്ള സർവനാമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തിന്റെ പ്രതീകമാണ്? ഘമണ്ഡി ലോഗോं का, ഇവിടെ കവിയെ അല്ല ഉദ്ദേശിക്കുന്നത്, ഇവിടെ arrogant ആയിട്ടുള്ള അല്ലെങ്കിൽ അഹങ്കാരികളായിട്ടുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. തിൻക നിക്കാൽനെ पर कवि को क्या समझ में आया? തിൻക കണ്ണിന്ന് എടുത്തപ്പോ കവി എന്താണ് റിയലൈസ് ചെയ്തത്? हमें किसी बात पर घमंड नहीं करना चाहिए. एक छोटा सा तिनका भी हमें परेशान कर सकता है. നമ്മൾ ഒരു കാര്യത്തിലും അഹങ്കരിക്കരുത്. ഒരു ചെറിയ തിൻക, ചെറിയ വൈക്കോൽ കഷ്ണം പോലും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ കഴിവുള്ളതാണ്, അല്ലെങ്കിൽ ചെറിയ വൈക്കോൽ കഷ്ണം തന്നെ നമ്മളെ ചിലപ്പോൾ ബുദ്ധിമുട്ടിച്ചേക്കാം. यहाँ कवि मैं सर्वनाम का प्रयोग क्यों करते हैं? ഇവിടെ കവി मैं എന്ന സർവനാം എന്തുകൊണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്? कवि ने यहाँ मैं सर्वनाम का प्रयोग इसलिए किया होगा कि जो कविता पढ़ते हैं उन सबके मन में ये घमंड जरूर होगा.
तो अपने गर्व को दूर करने और अपने आप देखने का मौका भी ये कविता देती है. അപ്പോൾ ഈ കവിത വായിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ അഹങ്കാരം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഇത് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവർക്ക് ഈ തിങ്ക കണ്ണിൽ വീഴുന്ന പോലെയും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത്. അപ്പോ അങ്ങനെ കവിത വായിക്കുന്ന ആളും കൂടി റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മേ എന്നുള്ള സർവനാം യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഗലീലിയോ എന്ന ലേഖനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഗലീലിയോ നാമക് ലേഖ് കിസ്നെ ലിഖ? ആരാണ് ഗലീലിയോ എന്ന ലേഖം എഴുതിയത്? ശുക്രാചാര്യ. ശുക്രാചാര്യ കാ അസ്ലി നാം ക്യാ ഹെ? ശുക്രാചാര്യന്റെ ഒറിജിനൽ പേര് എന്താണ്? ശുക്രാചാര്യ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പെൻ നെയിം ആണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം കൃഷ്ണ മെനൻ എന്നാണ്. പഹാടി പർ ചढ़ते समय लड़के को कैसा लगा? ആ മലയുടെ മുകളിൽ കയറുമ്പോ ആ കുട്ടിക്ക് എന്താണ് തോന്നിയത്? ചാന്ദ് ഭി ഉസ്കെ സാത്ത് ചढ़ रहा है. കയറുന്ന സമയത്ത് അവന് തോന്നിയത് മൂണും അവന്റെ കൂടെ തന്നെ മല കയറുന്ന പോലെ, അവനെ ഫോളോ ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. अंत में लड़का किस निर्णय पर पहुंच जाता है? अंत में लड़का किस निर्णय पर पहुंच गया? അവസാനം ആ കുട്ടി എന്ത് ഡിസിഷനിലാണ് എത്തിയത്? എന്താണ് ആ കുട്ടി മനസ്സിലാക്കിയത്? लड़के ने इस निर्णय पर पहुंचा कि चांद अपनी जगह स्थिर है और उनकी नजरें धोखा खा रही हैं. ആ കുട്ടി മനസ്സിലാക്കിയത് മൂൺ അതിന്റെ സ്ഥലത്ത് സ്ഥിരമായിട്ടിരിക്കുകയാണ്. മൂൺ മൂവ് ചെയ്യുന്നില്ല. നമ്മുടെ കണ്ണുകളാണ് ചീറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പോലെയാണിത്. മൂണ് നീങ്ങുന്നില്ല, പക്ഷെ നമുക്ക് തോന്നുകയാണ് മൂൺ നീങ്ങുന്ന പോലെ. गलीलियो को पिताजी ने क्या पढ़ने के लिए भेज दिया? ഗലീലിയോന്റെ അച്ഛൻ എന്ത് പഠിപ്പിക്കാനാണ് അയച്ചത്? ഡോക്ടറി പഠനെ കെ ലിയെ. ഡോക്ടർ ആവാനുള്ള സ്റ്റഡി ചെയ്യാനാണ് അയച്ചത്. ഗലീലിയോ ക്യാ ബന്ന ചാഹത്തെ थे? ഗലീലിയോ എന്താണ് ആവാൻ ആഗ്രഹിച്ചത്? വൈജ്ഞാനിക്, സയന്റിസ്റ്റ്. ഗലീലിയോ दोस्त के घर जाकर क्या क्या लेकर आया? एक डोर, लोहा, पीतल आदि धातुओं को लेकर आया. ഗലീലിയോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് എടുത്തോണ്ട് വന്നത്? ഒരു കയറ്, പിന്നെ അയൺ, പിച്ചള പോലെയുള്ള കുറച്ച് മെറ്റൽസ് ഒക്കെ കൊണ്ടുവന്നു. ഇൻ ചീസോ സെ ഉസ്നെ ക്യാ ബനായ? ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവൻ എന്താണ് ഉണ്ടാക്കിയത്? ഏക് പെൻഡുലം ബനായ. ഒരു പെൻഡുലം ആണ് ഉണ്ടാക്കിയത്. ഗലീലിയോ കെ അനുസാർ കിസെ വിജ്ഞാൻ നഹി കഹ സക്തെ? ഗലീലിയോ, അക്കോർഡിംഗ് ടു ഗലീലിയോ, എന്താണ് സയൻസിന് പുറത്തുള്ളത്? എന്താണ് സയൻസ് അല്ല എന്ന് പറയാൻ സാധിക്കുന്നത്? जो चीज घटना या प्रयोग के दौरान माप तौल, नाप जोक या गिनती के दायरे के बाहर हो वह विज्ञान नहीं है. എന്തിനൊക്കെയാണോ നമുക്ക് എക്സ്പെരിമെന്റിന് വിധേയമാക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ എണ്ണാൻ പറ്റാത്തത്, മെഷർ ചെയ്യാൻ പറ്റാത്തത്, ഇതൊക്കെ സയൻസിന് പുറത്താണ്. സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. ഗലീലിയോ കോ ഗലീലിയോ ഹിസാബി ക്യോ കഹനെ ലഗെ? ഗലീലിയോനെ ഗലീലിയോ ഹിസാബി എന്ന് വിളിക്കാൻ കാരണം എന്താണ്? क्योंकि गलीलियो ने पहली बार विज्ञान में गणित का प्रयोग ज्यादा किया. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഗലീലിയോ ആണ് ആദ്യമായിട്ട് സയൻസിൽ മാത്സിന്റെ ഉപയോഗം കൂടുതൽ ചെയ്തത്. മാത്സ് കൂടുതൽ ഉപയോഗിച്ചത് ഗലീലിയോ ആണ്. അടുത്തത് पैदल चलता हुआ आदमी എന്ന ലെസനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. कौन निरीह दिख रहा है? ആരെ കണ്ടാലാണ് പാവമായിട്ട് തോന്നുന്നത്? पैदल चलते हुए आदमी को. റോട്ടിൽ കൂടെ നടന്നു പോകുന്ന ആ വ്യക്തിയെ കണ്ടാലാണ് പാവമായിട്ട് തോന്നുന്നത്. कार में बैठते हुए लोग किसको हिकारत से देखते हैं? സോ കാറിൽ ഇരിക്കുന്ന ആൾക്കാർ ആരെയാണ് വെറുപ്പോടുകൂടി നോക്കുന്നത്? पैदल चलते हुए आम आदमी को. റോട്ടിൽ കൂടെ നടന്നു പോകുന്ന സാധാരണക്കാരനെ. हिकारत से देखना किस मनोभाव की ओर संकेत करता है? വെറുപ്പോടുകൂടി നോക്കുക എന്നുള്ളത് ഏത് മനോഭാവത്തെയാണ് കാണിക്കുന്നത്? धनी लोगों के मन के अधिकार मनोभाव की सूचना मिलती है. റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള അധികാര മനോഭാവത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. കിസാൻ അനാജ് ഉഗാന ബന്ദ് കർത്തെ തോ ക്യാ ഹോഗ? കർഷകര് കൃഷി ചെയ്യുന്നത് നിർത്തുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ലോഗ് ഭൂഖ് സെ മർ ജായെങ്കെ. ആൾക്കാര് ഭക്ഷണം കിട്ടാതെ വിശന്ന് മരിക്കും. മസ്ദൂർ മക്കാൻ ന ബനാനെ സെ ക്യാ ഹോഗ? വീടുണ്ടാക്കുന്ന ആൾക്കാർ അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? സിർ ഛിപാനെ കി ജഗ നഹി മിലേഗി. തല ചായ്ക്കാനുള്ള ഇടം കിട്ടാതെയാവും, അല്ലെങ്കിൽ ഇല്ലാതെയാവും. किनको कवि ने ताकतवर कहा है? ആരെയാണ് കവി ശക്തിയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുള്ളത്? पैदल चलते हुए आम आदमी को. റോട്ടിൽ കൂടെ നടന്നു പോകുന്ന സാധാരണക്കാരനെയാണ് കവി ശക്തിയുള്ള ആൾ എന്ന് പറഞ്ഞിട്ടുള്ളത്.